ഗ്രേസ് ആൻ്റണി, അജു വർഗീസൊക്കെ അഭിനയിച്ച തമിഴ് സിനിമയായ പറന്ന് പോകുന്നുള്ള സിനിമ കാണാൻ വേണ്ടിയിട്ട് PVR ലുലു മോൾ ഇന്ന് ഇവിടെ ഫുഡിന് 50% ഓഫൊക്കെ ആയിരുന്നു. ഞാൻ ഓർഡർ ചെയ്ത പൈസയ്ക്ക് പാതി പൈസയേ ആയുള്ളൂ. പറന്ന് പോ, ഡയറക്റ്റഡ് ബൈ റാം, ദ ഡയറക്ടർ ഓഫ് കട്രാത് തമിഴ്. പേരൻപ്, 7 മലൈ 7 കടൽ വരാനിരിക്കുന്ന നിവിൻ പോളി അഞ്ജലി ചിത്രമാണ്. അഞ്ജലിയെ ലോഞ്ച് ചെയ്തതും റാം തന്നെയാണ് കട്രാത് തമിഴിൽ. അഞ്ജലിനെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇരട്ട, പയ്യൻസ്, അങ്ങനെ ഒരുപാട് നല്ല നല്ല സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നടിയാണ്. പേരൻപിലും ഉണ്ട്. അവളപ്പടിയുണ്ട് അഴകില്ലേ, ആ പാട്ടുള്ള സിനിമയിൽ ലീഡ് ആക്ട്രസ് ആയിരുന്നു. കിടിലം പടമായിരുന്നു അത്. അങ്ങാടിത്തേരി കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. പേരൻപ് കിടിലം പടമായിരുന്നു. കട്രാത് തമിഴും നല്ല പടം തന്നെയാണ്. അങ്ങനെ ഒരുപാട് കിടിലം പടങ്ങൾ ചെയ്തിട്ടുള്ള ഒരു നടിയും ഡയറക്ടറും വീണ്ടും കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു സിനിമ. അഞ്ജലി ചെറിയൊരു റോളേ ഉള്ളൂ. ഇതിനകത്ത് ലീഡായിട്ട് അഭിനയിക്കുന്നത് 3 പേരാണ്. ഒന്ന് നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം ഗ്രേസ് ആൻ്റണി. ഇത് കൂടാതെ വേറെ മലയാളം നടീനടന്മാരുണ്ട്, പറയാം ആരൊക്കെയാണെന്നുള്ളത്. എടുത്തു പറയേണ്ട 3 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേസ് ആൻ്റണി, പിന്നെ ശിവ, തമിഴ് പടം സ്പൂഫ് പടമായുള്ള തമിഴ് പടം 2.0 അഭിനയിച്ചിട്ടുള്ള ശിവ ഞെട്ടിച്ച് കളഞ്ഞെന്ന് പറയേണ്ടി വരും. പിന്നെ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ്, ആ പയ്യൻ്റെ പേര് എനിക്ക് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ, പക്ഷേ ഈ പയ്യൻ്റെ പേര് എങ്ങും കാണുന്നില്ല. എന്തോ ഒരു M വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പേര്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കിടിലനായിട്ട് ആ പയ്യൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗ്രേസ് ആൻ്റണി, വാട്ട് ആൻ ഇംപ്രസീവ് പെർഫോമൻസ്. ഇതിനകത്ത് ഫുൾ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോഡ് ട്രിപ്പാണ്. ഒരു അച്ഛനും മകൻ്റെ ഒരു റോഡ് ട്രിപ്പ്. അച്ഛനായിട്ട് ശിവയും അമ്മയായിട്ട് ഗ്രേസ് ആൻ്റണി വേറൊരു സ്ഥലത്ത്, കോയമ്പത്തൂരായിട്ട് കാണിക്കുന്ന സ്ഥലത്ത് ഒരു എക്സിബിഷൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് സിനിമയുടെ ഒരു 85% ഉള്ളത്. ഗ്രേസ് ആൻ്റണിയുടെ പെർഫോമൻസും ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന വിധവും എല്ലാം കൊണ്ടും ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ലൈവ് എക്സിബിഷൻ്റെ ഇടയിൽ സിനിമ ഷൂട്ട് ചെയ്യുക, അത് എന്ത് രസമായിട്ട് ചെയ്തേക്കണമെന്ന് അറിയാമോ? അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റോൾ നടത്തുന്ന ഒരു വിമൻ ഓൺട്രപ്രണർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഗ്രേസ് ആൻ്റണി ചെയ്തിരിക്കുന്നത്. കിഡു ഒരു ഓൺട്രപ്രണറായി നിൽക്കുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ആ ഒരു സ്ത്രീക്ക് വേറെ പല റോളുകളുണ്ട്. ഒരമ്മ എന്നുള്ള റോളുണ്ട്, ഭാര്യ എന്നുള്ള റോളുണ്ട്, അതേസമയം ബിസിനസ്സും ചെയ്യണം, എല്ലാ കാര്യങ്ങളും നോക്കണം. ആ ഒരു ജഗ്ലിങ് ഓഫ് ഡിഫറെൻറ്റ് റോൾസ് അത് ഗ്രേസ് ആൻ്റണി കിട്ടുമായിട്ട് ചെയ്തിട്ടുണ്ട്, ഗ്രേസ്ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അറിഞ്ഞിട്ട പേരാണ് എന്തായാലും. അതേപോലെ തന്നെ ശിവ എന്ത് രസമായിട്ടാണെന്ന് പറയുമ്പോൾ അഭിനയിച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റാം എന്നുള്ള ഡയറക്ടറിൻ്റെ ഒരൊറ്റ പേര് കണ്ടിട്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോയത്. ഈ സിനിമയുടെ ട്രെയിലർ പോലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇറ്റ് വാസ് എ ഫീൽ ഗുഡ് സൂതിങ് മൂവി. അത് അമ്മാതിരി ഒരു ഫീൽ ഗുഡ് പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതും ബാക്ക്ഡ് അപ്പ് ബൈ ഗുഡ് കോമഡി. നല്ല ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കാനും സ്പൂൺ ഫീഡ് ചെയ്യാതെ നർമ്മത്തിലൂടെ പല കാര്യങ്ങളും നമ്മളെ മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഒരു പടം. ഇന്ന് കണ്ട 4ാമത്തെ സിനിമയാണ് ഞാനിന്ന്. ഇത് 4ാമത്തെ സിനിമ. ഒരു ആവറേജ് പേഴ്സൺ 2 പടം കണ്ടു കഴിയുമ്പോഴേക്കും ആ 2 അത്ര നല്ല എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 3ാമത് കാണാൻ പോകില്ല. പോയാൽ തന്നെ ചിലപ്പോൾ ഒരു ആവറേജ് ആൾക്ക് ഭയങ്കര മടുപ്പ് തോന്നിയേക്കാം. എനിക്ക് പക്ഷെ അങ്ങനെയല്ല. ഞാൻ കാണുന്ന പടം എത്രത്തോളം നന്നാവുന്നോ എനിക്ക് അത്രത്തോളം വീണ്ടും ഊർജ്ജം വരും സിനിമയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ട് ആദ്യത്തെ 2 സിനിമയ്ക്ക് ശേഷം കുറച്ച് ഡെസ്പായിരുന്നു. പക്ഷേ അതിന് ശേഷം ഞാൻ കണ്ട സിനിമ 3 BHK എനിക്ക് കുറച്ച് ഊർജ്ജം തന്നു. അതിന് ശേഷമാണ് ഞാൻ ഇത് കാണുന്നത്. ഒരു തരി പോലും എനിക്ക് ആ ഊർജ്ജം നഷ്ടപ്പെട്ടില്ല. ഊർജ്ജം കൂടിയെന്ന് പറഞ്ഞാൽ മതി. ഇതൊരു വളരെ നല്ല ഒരു ഫീൽ ഗുഡ് പടം. ഇന്ന് രാവിലെ കണ്ടത് ഒരു ഇംഗ്ലീഷ് പടം, ജുറാസിക് വേൾഡ് റീബർത്ത്. അതിനുശേഷം കണ്ടത് ധീരൻ മലയാള സിനിമ. അതിനുശേഷം കണ്ടത് 3 BHK തമിഴ് സിനിമ. അത് കഴിഞ്ഞ് ഞാൻ ഈ സിനിമയാണ് കാണുന്നത്. ഇതും തമിഴ്. ഇന്ന് കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ 2 തമിഴ് പടങ്ങളാണ്. ബാക്കിയുള്ളത് വീഡിയോ ഇട്ടിട്ട് കണ്ടു നോക്കിയാൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ പിൻ കമൻറ്റിലും ഇട്ടൊക്കെ കണ്ടു നോക്കുക. പക്ഷെ എൻ്റെ പൊന്നോ, എനിക്ക് ഭയങ്കര സന്തോഷമായി. കുറേ നാൾക്ക് ശേഷമാണ് ഈ ഒരു കൊല്ലം കുറച്ചധികം നല്ല തമിഴ് സിനിമകൾ എനിക്ക് കാണാൻ പറ്റിയത്. ഒരിടക്ക് തമിഴ് വേറെ ലെവലിൽ ഡോമിനേറ്റ് ചെയ്യണമായിരുന്നു. പിന്നെ തമിഴ് സിനിമ അങ്ങനെ ഒരുപാട് നല്ല പടങ്ങൾ വരാത്തൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ കൊല്ലം എന്തായാലും ടൂറിസ്റ്റ് ഫാമിലിയും
ഇന്ന് കണ്ട 2 സിനിമകളുമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇക്കൊല്ലം കണ്ടതിൽ വളരെയധികം ഓർമ്മയിൽ നിൽക്കുന്നതും ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നിയിട്ടുള്ളത്. അതുപോലെ വേറെ 2-3 പടങ്ങളുണ്ട്. നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെയാണ് പടം എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഒരു ഫീൽ ഗുഡ്നെസ്സും കുറേ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ടോക്സിക് പാരൻറ്റിങ് പരിപാടി അതൊന്നുമല്ല, വേറൊരു സംഭവമാണ്, വേറൊരു സാധനം. അത് ഒരു അച്ഛൻ മകൻ റിലേഷൻ, ഒരു അച്ഛൻ അമ്മ റിലേഷൻ, അമ്മ മകൻ റിലേഷൻ, അതൊക്കെ എന്ത് രസമായിട്ടാണ് കാണിച്ചേക്കണേ, എന്ത് രസമായിട്ടത് കാണിച്ചേക്കണേ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ കൂടാതെ എന്നെ ഞെട്ടിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ സിനിമയിൽ ഒരുപാട് മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആളുകളുണ്ട്. വിജയ് യേശുദാസ് ഇതിനകത്ത് റോൾ ചെയ്തിട്ടുണ്ട്. മാരി എന്നുള്ള സിനിമയ്ക്ക് ശേഷം വിജയ് വളരെ നന്നായിട്ട് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് പെർഫോം ചെയ്ത ഒരു റോളായിട്ട് എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തു. നല്ല രസമുള്ള റോളായിരുന്നു. വിജയുടെ വൈഫായിട്ടൊരു മലയാളി ആക്ട്രസ് ഉണ്ട്, എനിക്ക് ആ ആക്ട്രസിൻ്റെ പേരറിയില്ല. അതുപോലെ ശ്രീജ രവി, വോയിസ് ആക്ട്രസ് ആയിട്ടുള്ള ശ്രീജ രവി ഇപ്പോൾ ഒരുപാട് സിനിമയിൽ നല്ല റോളുകൾ ചെയ്ത് കാണുന്നുണ്ട്. ഇതിനകത്ത് ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ റോള് വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ചെയ്തിട്ടുണ്ട്. ഞെട്ടിച്ചത് ഇവരാരുമല്ല, പെട്ടെന്ന് സ്ക്രീനിലേക്ക് അജു വർഗീസ് എന്നുള്ള ആക്ടർ വന്ന്. അയ്യോ, എനിക്കറിയില്ലായിരുന്നു, ഞാൻ പോസ്റ്റ് പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അജു വർഗീസ് ഉള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അജു ചേട്ടൻ്റെ പെർഫോമൻസ് ഇതിനകത്ത് അഞ്ജലിയുടെ ഹസ്ബൻഡായിട്ടാണ് അജുചേട്ടൻ വരുന്നത്. അജുചേട്ടനും അഞ്ജലിയും ഈ ശിവയുടെ മകനും ഒക്കെ ആയിട്ട് ഒരു ഡൈനാമിക് ഉണ്ട്. എൻ്റെ മോനെ, അത് എന്ത് രസം വരുന്നറിയാമോ. അത് അവർ പറയുന്ന ഓരോ ഡയലോഗും ഓരോ നോട്ടങ്ങളൊക്കെ വളരെ മൈന്യൂട്ട് സാധനം, പക്ഷെ എന്ത് രസമായിരുന്നറിയാമോ. ഒരു നല്ല ഡയറക്ടറിൻ്റെ കയ്യിൽ ഇവരെയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് നല്ല രീതിയിലാണെന്നറിയാമോ ഇവരൊക്കെ പെർഫോം ചെയ്യുന്നത്. ഈവൻ വിജയ് യേശുദാസിൻ്റെ കേസ് തന്നെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത്, രാം എന്നുള്ള ഡയറക്ടർ വിജയ് യേശുദാസിനെ ഡയറക്റ്റ് ചെയ്തപ്പോഴേക്കും വിജയ് പോലും സൂപ്പറായിട്ട് ആക്ട് ചെയ്തെന്നുള്ളൊരു രസമാണ്. വിജയ് യേശുദാസിനെ ഞാൻ ഇതിനു മുന്നേ മാരിയിലാണ് എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടേക്കണം. വേറെ പടമൊന്നും എനിക്ക് വലിയ ഒരു ഇതൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനകത്ത് വിജയിനെ ആ റോളിൽ നല്ല രസമായിട്ട് പോർട്രേ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഡയറക്ടർ. അപ്പോൾ പണി അറിയാവുന്ന ഡയറക്ടറിൻ്റെ കിട്ടിയ അതാണ് ഗുണം. ഏതൊരാളെയും നല്ല രീതിയിലൊരു നല്ല ഡയറക്ടർ അഭിനയിപ്പിച്ച് എടുക്കും, അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റിലേക്ക് നല്ല രീതിയിൽ മോൾഡ് ചെയ്തെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ റാം അതുപോലത്തെ ഒരു ഡയറക്ടറാണ്. റാമിൻ്റെ കയ്യിൽ അഞ്ജലീനെയും മമ്മൂക്കേനെയും ഒക്കെ കിട്ടിയപ്പോഴേക്കും നമ്മൾ കണ്ടാണ് പേരൻപ് എന്താണെന്നുള്ളത്. കണ്ടിട്ടില്ലെങ്കിൽ മക്കളെ കണ്ടേ പറ്റുള്ളൂ. അതൊരു 1.5 പടമാണ്. ഡീൽസ് വിത്ത് എ ഗ്രേറ്റ് ആൻഡ് ലെസ് ടോക്ഡ് അബൌട്ട് ഒരു കാര്യം. അതും റാമിനെ കൊണ്ടേ പറ്റുള്ളൂ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ. ഈ റാമിൻ്റെ ഈ സിനിമയിൽ ആണെങ്കിൽ തന്നെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ ഫോഴ്സ് ഫീഡ് ചെയ്യുന്നില്ല. വളരെ നാച്ചുറലായിട്ട് സട്ടിലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്, കാണിക്കുന്നുമുണ്ട്, നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ സ്പൂൺ ഫീഡിങ്ങോ അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നേ ഇല്ല. അപ്പോൾ അതാണ് എനിക്ക് ഈ സിനിമയെ പറ്റി മെയിനായിട്ട് തോന്നിയത്. അതുപോലെ ഇതിനകത്ത് അഞ്ജലിയുടെയും അഭിചേട്ടൻ്റെയും മകനായിട്ടൊരു പയ്യനെ അഭിനയിച്ചിട്ടുണ്ട്. ആ പയ്യൻ്റെയും പേരറിയാൻ പാടില്ല. ഈ പിള്ളേരുടെ പേരും കൂടെ നല്ല രീതിയിലൊന്ന് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടണേ. ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ഇവരുടെ ഫസ്റ്റ് പടമാണെന്ന് വിചാരിക്കുന്ന ഈ പിള്ളേരുടെ വളരെ നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ മ്യൂസിക് നല്ല രസമുണ്ടായിരുന്നു, ചില പാട്ടുകളും കാര്യങ്ങളൊക്കെ കേൾക്കാൻ. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു ഒരു സോൾഫുൾ പടമാണ്. ഇതിനകത്ത് ഇടി ബഹളമോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല, മാസ പരിപാടികളോ ഒന്നുമില്ല. ഒരു അച്ഛൻ മകൻ ഒരു ടൈപ്പ് ഒരു ഫാമിലി ചിത്രമാണ്. പക്ഷേ നമുക്കത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടൂറിസ്റ്റ് ഫാമിലി എന്നുള്ള സിനിമ ആര് കണ്ടാലും നമ്മുടെ ഉള്ളിലൊരു സന്തോഷം വരുത്തിക്കും. ആ രീതിയിലുള്ള ഒരു പടമാണിത്. ഇത് ആ ഒരു പാറ്റേൺ ടൈപ്പ് സാധനമാണ്. സെയിം പാറ്റേൺ അല്ല, അതായത് പാറ്റേൺ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനർ വിത്ത് ലോട്ട്സ് ഓഫ് കോമഡി, അങ്ങനത്തെ ഒരു സാധനം. ബാക്ക്ഡ് അപ്പ് ബൈ അടിപൊളി കോമിക്കൽ പെർഫോമൻസസ് ബൈ എവരിബഡി. ഞാൻ ഒരു എന്തോ നമ്മളിങ്ങനെ പറയില്ല, എന്തൊരു തങ്കപ്പെട്ട സിനിമയാണ് അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനിമ, ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള, ഭയങ്കര സോൾഫുൾ സൂതിങ് മൂവി എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സാധനം വരുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച് റാം ഫോർ സച്ച് അടിപൊളി മൂവി. അതുപോലെ താങ്ക് യു ഫോർ ലെറ്റിംഗ് എ ലോട്ട് ഓഫ് മലയാളി ആക്ടേഴ്സ് പെർഫോം ഇൻ ഓൾ ഓഫ് യുവർ മൂവീസ്. നിങ്ങൾ മലയാളി ആക്ടേഴ്സിനെ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ സ്ക്രിപ്റ്റിലേക്ക് ഉൾക്കൊള്ളിക്കുന്ന രീതിയൊക്കെ ഭയങ്കര രസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണം. ഐ ആം സൂപ്പർ എക്സൈറ്റഡ് ടു സീ യുവർ മൂവി വിത്ത് നിവിൻ പോളി. അത് എന്തുകൊണ്ട് ഇറങ്ങാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഒരു ട്രെയിലർ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്തോ ടൈം ട്രാവൽ പരിപാടിയൊക്കെ ആണെന്ന് എനിക്ക് തോന്നി. എന്തായാലും ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. അതേപോലെ ഈ സിനിമയുടെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ ഒരു മ്യൂസിക്കൽ കൂടിയാണ്, പക്ഷേ
കുറേ പേർക്ക് മ്യൂസിക്കൽ എന്ന് പറഞ്ഞാൽ ആ ഫീലായിരിക്കും. ഇത് ആ ഡിസ്നിയുടെ ടൈപ്പ് വെറുപ്പിക്കൽ മ്യൂസിക് അല്ല ഞാൻ പറയണത്. മ്യൂസിക്കൽ ആ സെറ്റപ്പ് അല്ല. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പാട്ടുണ്ട്. പക്ഷെ ആ പാട്ടെന്ന് പറഞ്ഞാൽ അച്ഛനോടോ അമ്മയോടോ ഒരു കാര്യം കുട്ടി പറയുന്ന ഡയലോഗ് രൂപത്തിലാണ് പാട്ട്. ആ ഡയലോഗ് രൂപത്തിലുള്ള പാട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിറിക്സ് ശ്രദ്ധിക്കണം. അടിപൊളി സാധനങ്ങളാണ്. നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ എത്രത്തോളം ഇത് സ്വീകരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഈ സിനിമ കണ്ടാൽ ആരും ഇതൊരു മോശം പടമെന്ന് പറയില്ല. എല്ലാവർക്കും ഇതിൽ ഉള്ള ആ ഒരു പോസിറ്റിവിറ്റി കിട്ടും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഗ്രേസ് ആൻ്റണി യു ഡിഡ് ആൻ എക്സെപ്ഷണൽ ജോബ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ പേരൻപിൻ്റെ ഡയറക്ടറിലേക്ക് നിവിൻ പോളി എന്നുള്ള ഒരു നടൻ ചെന്നപ്പോഴേക്കും നിവിൻ പോളിയുടെ സൈഡിൽ നിന്നാണോ അജിത് ചേട്ടനും അതുപോലെ ഗ്രേസ് ആൻ്റണിയൊക്കെ ഈ റാംനറുടെ ഡയറക്ടറിലേക്ക് എത്തിയേക്കണേ എന്നുള്ള ഒരു തോന്നൽ എനിക്ക് വന്നു. എന്തായാലും അങ്ങനെയാണെങ്കിൽ വളരെ നല്ല കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫെല്ലോ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു കോ ആക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലൊരു റോള് കിട്ടിയതിൽ എനിക്കൊരുപാട് സന്തോഷം. അത് ജസ്റ്റ് എൻ്റെ ഒരു സ്പെക്കുലേഷനാണ്. കാരണം കലഹം കാമിനി മൂലം മറ്റേ ആ പടം ഉണ്ടല്ലോ, അതിനകത്ത് ഗ്രേസിൻ്റെ പേരായിട്ടാണല്ലോ, ഐ മീൻ നിവിൻ്റെ പേരായിട്ടാണല്ലോ ഗ്രേസ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അജു വർഗീസ് നിവിൻ പോളി കോമ്പോ നമുക്ക് അറിയാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് റാമായിട്ട് ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിവിൻ പോളി. അപ്പോൾ അതൊക്കെ കൊണ്ടാണെന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് നല്ല റോള് കിട്ടി, നല്ലൊരു സിനിമ എനിക്ക് കാണാനും പറ്റി. അപ്പോൾ താങ്ക് യു സോ മച്ച് റാം ഫോർ ദിസ് മൂവി. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നുള്ള. എനിക്ക് എന്തായാലും പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ. പിന്നെ ഞാനിത് 4ാമത്തെ മൂവിയായിട്ട് കണ്ടാണ്. എന്നിട്ട് ഞാൻ ഈ സമയത്ത് 4 സിനിമയും കഴിഞ്ഞ് വന്നിട്ട് ഇത്രയും എനർജിയോടെ ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ പടം എന്ത് രസമായിരിക്കുമെന്ന്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സിനിമയൊക്കെ കൂടി കാണുമെന്ന് വിചാരിച്ചാണ് മറ്റേ ലൈഫിൻ്റെ മെട്രോയുടെ സ്പിരിച്വൽ സക്സസറായിട്ടുള്ള മെട്രോ എന്തിനോ എന്നുള്ള പടം കാണാൻ പോകണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ എനിക്ക് മൈക്ക് ഒരു പണി കിട്ടി. ഞാൻ മൈക്ക് ഓൺ ചെയ്യാതെയാണ് ഈ പടത്തെ പറ്റിയുള്ള അഭിപ്രായം ഞാൻ വീഡിയോ ആദ്യം ഷൂട്ട് ചെയ്തത് കാറിലിരുന്നുകൊണ്ട്. അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അറിയണത് മൈക്ക് ഓഫ് ആയിരുന്നു എന്നുള്ളത്. ഫുൾ എടുത്ത് വെച്ചത് വെറുതെ പോയി എന്നുള്ളത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ ശ്രമിച്ചപ്പോഴേക്കും എൻ്റെ കുറേ സമയം പോയി. പിന്നെ എനിക്ക് ഷോ ടൈം മിസ്സായിപ്പോയി. അതിൻ്റെ ഫോറം മോളിലായിരുന്നു. ഇവിടെ നിന്ന് മരട് വരെ എനിക്ക് ചെല്ലാനുള്ള ടൈം എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് 5ാമത്തെ സിനിമ മിസ്സായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ എന്തായാലും 5ാമത്തെ കാണുമായിരുന്നു. കാരണം എനിക്ക് അതിനുള്ള ഊർജ്ജം ഈ 2 സിനിമകൾ തന്നിട്ടുണ്ടായിരുന്നു. രാവിലത്തെ 2 സിനിമകൾ എനിക്കത് തന്നില്ലെങ്കിൽ പോലും മറ്റ് 2 സിനിമകളും 2 തമിഴ് സിനിമകളും എനിക്ക് ആ ഊർജ്ജം തന്നിരുന്നു ആ സിനിമ കാണാനുള്ള, മെട്രോ എന്തിനോ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കാണാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണാൻ പോകുന്നത് എന്തായാലും എന്നാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇന്നെന്താ ഡേറ്റ്, ഇപ്പം ഡേറ്റ് എന്തായിരുന്നു, ഡേറ്റ് മറന്നുവല്ലോ. എന്തായാലും ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ മെട്രോ എന്തിനോ കണ്ടിട്ട് ഞാൻ അഭിപ്രായം ഇട്ടേക്കാം. വളരെ ലിമിറ്റഡ് ഷോസുകൾ, അതുകൊണ്ടാണ് ഒരു പ്രശ്നം. അനുരാഗ് ബസു തന്നെയാണ് ഇതും ഡയറക്റ്റ് ചെയ്യുന്നത്. എന്തായാലും പടം കണ്ടിട്ട് അഭിപ്രായം ഞാൻ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നിങ്ങൾ രാവിലെയാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നിങ്ങൾ രാത്രിയാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു നല്ല ഉറക്കം നേരുന്നു. ബൈ ബൈ.